സോ നമ്മളെല്ലാവരും നമ്മുടെ മൊബൈലായാലും നമ്മുടെ ക്യാമറയിലായാലും കുറേ അധികം ഫോട്ടോസ് എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഫേസ്ബുക്കിലേക്കോ പോസ്റ്റും ചെയ്യാറുണ്ട്. പക്ഷേ ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോൻ്റെ ക്വാളിറ്റി നല്ല രീതിക്ക് തന്നെ കുറയും. അപ്പോൾ ആ ക്വാളിറ്റി ഒന്നും കുറയാതെ നമ്മളെ ഫോട്ടോ ഇങ്ങനെ നല്ല രീതിയിൽ ക്വാളിറ്റിയോടെ തന്നെ അപ്ലോഡ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ നമ്മളൊരു ഫോട്ടോ എടുത്ത് നെക്സ്റ്റ് ചെയ്യുന്ന എഡിറ്റിംഗ് ആണ്. അപ്പോൾ എഡിറ്റിങ്ങിൽ തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോട്ടോൻ്റെ ക്വാളിറ്റി കുറയാതെ കിട്ടും. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്യുമ്പോഴാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 4:5 എന്ന റേഷ്യോ ആണ്. അപ്പോൾ ആ ഒരു 4:5 എന്ന റേഷ്യോ തന്നെ നിങ്ങൾ ക്രോപ്പ് ചെയ്തെടുക്കുക. അതായത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഒറിജിനൽസ് പോയി കഴിഞ്ഞാൽ ക്രോപ്പിൻ്റെ സെക്ഷനിൽ ഒറിജിനൽസ് പോയി കഴിഞ്ഞാൽ 4:5 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ 4:5 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആ ഒരു ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്ത് കിട്ടുന്നതാണ്. അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും റേഷ്യോയിലാണ് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം തന്നെ ആ ഒരു ഫോട്ടോനെ ക്രോപ്പ് ചെയ്യും. അപ്പോൾ അവിടെ കംപ്രഷൻ നടക്കുക, ആ ഒരു ഫോട്ടോൻ്റെ ക്വാളിറ്റി നല്ല രീതിക്ക് തന്നെ കുറയും. ക്രോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തായി ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ ആ ഒരു ഫോട്ടോ സേവ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഏറ്റവും ടോപ്പിൽ ആ ഒരു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് എക്സ്പോർട്ട് ആസ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലേക്കും കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഡയമെൻഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ടടിയിലായിട്ട് കസ്റ്റം അല്ലെങ്കിൽ ആ ഒരു എയറോ മാർക്ക് ഉണ്ടാവും. ജസ്റ്റ് എയറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. എയറോ മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ കസ്റ്റമർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലോങ് സൈഡിൽ നിന്നൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ ജസ്റ്റ് 1350 px എന്നുള്ളൊരു റേഷ്യോ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫോട്ടോ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക, സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോൻ്റെ ക്വാളിറ്റി കുറയാതെ തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോ സേവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇനി ഈ ഒരു ഫോട്ടോ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ 1350 കൊടുത്ത സ്ഥലത്ത് നിങ്ങൾ ജസ്റ്റ് 1080 px കൊടുക്കുക. അതായത് ലോങ് സൈഡിൻ്റെ അടുത്ത് 1080p കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ ലാൻഡ്സ്കേപ്പിൽ ഈ ഒരു റേഷ്യോയിൽ സെറ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നത്, അതായത് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് നിങ്ങൾ പോസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എത്രത്തോളം റേഞ്ച് കുറയുന്നു അത്രത്തോളം നിങ്ങൾ ഫോട്ടോ കംപ്രസ് ചെയ്യും ഇൻസ്റ്റാഗ്രാം. അപ്പോൾ അത്രത്തോളം അതിന് ക്വാളിറ്റിയും കുറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇനി മുതൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക.